ഹലോ, നമ്മളൊക്കെ പലതരം സ്റ്റൂകൾ കണ്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലേ. എന്നാൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായ സ്റ്റൂ ആണ്, ചെറുപയർ സ്റ്റൂ. മറ്റെല്ലാ സ്റ്റൂകളുടെയും കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കൂട്ടോ ചെറുപയർ സ്റ്റൂ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയറിന് 8 മണിക്കൂർ പുതർത്തി വെച്ചതാണിത്. പുതർത്തിയ ചെറുപയറിനെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് 2 സവാള മുറിച്ചത്, 1 കഷ്ണം ഇഞ്ചി മുറിച്ചത്, എരിവിന് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ മീതെ കുറച്ച് വെള്ളം, ഇത്രയും വെച്ചിട്ട് കുക്കറിൽ ഒരു 5 സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കുക. ചെറുപയർ വേവണ നേരം കൊണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും മാറ്റിയെടുക്കുക. ചെറുപയർ വെന്ത് കഴിഞ്ഞാൽ അതിന് നന്നായി ഒന്ന് ഇതുപോലെ ഉടച്ച് ചേർക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച 2-ാം പാല് ആദ്യം ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ അതാ 2-ാം പാലിൽ നന്നായിട്ട് ചെറുപയർ തിളച്ച് വന്നു കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിരി താഴ്ത്തി വെച്ചിട്ട് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കുക. ഇതാ തളയൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. അപ്പം നമ്മൾ കറിവേപ്പിലിടുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ അതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ സ്റ്റൂ ഇവിടെ റെഡിയായി. കറി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ. ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുമെങ്കിലും നൂൽപുട്ടിൻ്റെ കൂടെ ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ചെറുപയർ സ്റ്റൂ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.